നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരള ഗവൺമെന്റ് കീഴിലുള്ള കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എന്നുള്ള ഒരു സ്ട്രാറ്റജിക് തിങ്ക് ടാങ്ക് ബോഡിയാണ്. അവര് നിലവിലുള്ള വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിലാണ് നിയമനം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് KDISCന് വേണ്ടി സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്നുള്ള കേരള ഗവൺമെന്റിലുള്ള ഓട്ടോണമസ് ബോഡിയുണ്ട്. അവരാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾ പല പോസ്റ്റിലേക്കും പല ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ആദ്യത്തെ പോസ്റ്റിലേക്ക് ഒക്ടോബർ 29 വരെയാണ്. മറ്റ് പോസ്റ്റുകളിലേക്ക് ഒക്ടോബർ 21 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ഓരോന്നിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പ്രത്യേകം നോക്കാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൂടെ ചെയ്യുക. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. ഒരു വേക്കൻസിയാണുള്ളത്. ഇവിടെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന KDISCന്റെ പ്രോഗ്രാമിലേക്ക് വേണ്ടിയാണ് റിക്രൂട്ട്മെന്റ്. ഇതിലേക്ക് താല്പര്യമുള്ളവരുടെ ഡീറ്റെയിൽഡ് CV ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഉണ്ട്. അത് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ആ ഡൗൺലോഡ് എടുക്കുന്ന നോട്ടിഫിക്കേഷനോട് കിട്ടുന്ന ആ ആപ്ലിക്കേഷൻ ഫോമും മറ്റ് സർട്ടിഫിക്കറ്റ് കോപ്പീസ് സഹിതം KDISC റിക്രൂട്ട്മെന്റ് 2025.01@gmail.com എന്ന ഇമെയിൽ വേണം നമ്മൾ അയച്ചു കൊടുക്കാനായിട്ടുള്ളത്. ഇതിൽ അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 29 അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ ഈ ഡൗൺലോഡ് ചെയ്യാനുള്ള ഫോം നമുക്ക് നോട്ടിഫിക്കേഷനോടൊപ്പം www.cmd.kerala.gov.in സൈറ്റ് ലഭ്യമാണ്. അപ്പൊ ഈ സൈറ്റിൽ എല്ലാ പോസ്റ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോസ്റ്റ് അപ്പം സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ്. ശമ്പളം പറഞ്ഞിട്ടുള്ള 40,000 മുതൽ 50,000 രൂപയാണ് പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുക. വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് MBA ബിരുദം അല്ലെങ്കിൽ MSW, അല്ലാന്നുണ്ടെങ്കിൽ MSc അപ്ലൈഡ് സയൻസ്, MSc അല്ലെങ്കിൽ MA ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം പഠിച്ചിരിക്കുന്നത്. അതാണ് വേണ്ട യോഗ്യത. ഒരു വേക്കൻസി ആണുള്ളത്. 40,000 മുതൽ 50,000 ശമ്പളം ഞാൻ പറഞ്ഞു. മിനിമം 5 വർഷമേലും ഒരു പ്രോഗ്രാം മാനേജ്മെന്റിലോ ഇന്നോവേഷനിലോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഉണ്ടായിരിക്കണം. MS ഓഫീസും ഗൂഗിൾ വർക്ക് സ്പേസ് ഒക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള അറിവ് മാൻഡേറ്ററി ആയിട്ടുണ്ടാവും. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ്, ചിലപ്പം ഇന്റർവ്യൂ മാത്രമേ അസസ്മെന്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് സ്ക്രീൻ ചെയ്തായിരിക്കും ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതോടൊപ്പം ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫോർമാറ്റ് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ തയ്യാറാക്കി ഫില്ല് ചെയ്ത് സ്കാൻ ചെയ്ത് ഇമെയിലായിട്ട് അയക്കുന്ന കാര്യം മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ ഫോർമാറ്റ് നോട്ടിഫിക്കേഷനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോർമാറ്റ് എന്നുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട്. രണ്ടാമത്തെ പോസ്റ്റ് എന്നുള്ളത് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഉണ്ട്. അതൊരു വേക്കൻസി. അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗ്രേഡ് 2 IT ആൻഡ് MSc അത് ഒരു വേക്കൻസി. അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ഒരു വേക്കൻസി. സീനിയർ പ്രോഗ്രാം മാനേജർ 2 വേക്കൻസി. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിലേക്കും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഫില്ല് ചെയ്തതിനു ശേഷം സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നിങ്ങളുടെ ഡീറ്റെയിൽഡ് CV സഹിതം KDISC റിക്രൂട്ട്മെന്റ് 2025.01@gmail.com എന്ന ഇമെയിൽ വേണം നിങ്ങൾ അയച്ചു കൊടുക്കാനായിട്ട്. അവസാന തീയതി ഒക്ടോബർ 21 ആണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗ്രേഡ് 2 ഗ്രേഡ് 1 ആണ്. വേണ്ട യോഗ്യത ഒരു പോസ്റ്റ് ആണുള്ളത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി MBA ബിരുദം അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ ME ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ പ്രൊക്യൂർമെന്റിലോ മെറ്റീരിയൽസ് മാനേജ്മെന്റിലോ ഉള്ള PG ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശമ്പളം പറഞ്ഞിട്ടുള്ള പ്രതിമാസം 1,65,000 മുതൽ 1,80,000 രൂപ ശമ്പളം ലഭിക്കും. ഉയർന്ന പ്രായപരിധി 52 വയസ്സാണ് മിനിമം. കോർപ്പറേറ്റ് ലെവലിലുള്ള 12 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗ്രേഡ് 1 തന്നെയാണ്. IT ആൻഡ് MIS എന്നുള്ളതാണ്. അതിലേക്കും ശമ്പളം പറഞ്ഞിട്ടുള്ള 1 ലക്ഷം മുതൽ 1,65,000 വരെയാണ് ശമ്പളം ലഭിക്കുക. MBA ബിരുദം അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ ME ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 50 വയസ്സാണ് വരുന്ന പ്രായപരിധി. മിനിമം 12 വർഷത്തെ കോർപ്പറേറ്റ് ലെവലിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിലേക്ക്. അടുത്ത അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ പോസ്റ്റ് ആണ്. അതിലേക്ക് ശമ്പളം പറഞ്ഞിട്ടുള്ള 50,000 മുതൽ 60,000 വരെയാണ്. 40 വയസ്സാണ് വരുന്ന പ്രായപരിധി. MBA അല്ലെങ്കിൽ MSW അല്ലെന്നുണ്ടെങ്കിൽ സയൻസിലോ അപ്ലൈഡ് സയൻസിലോ ഉള്ള MSc അല്ലെങ്കിൽ MA ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BE ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസ്റ്റിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 40 വയസ്സാ ഉയർന്ന പ്രായപരിധി എന്ന് പറഞ്ഞ് മിനിമം 6 വർഷത്തെ പ്രവൃത്തിപരിചയം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ പോസ്റ്റിലേക്ക്. അടുത്ത സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആണ്. ശമ്പളം പറഞ്ഞിട്ട് 40,000 50,000 വരെയാണ്. 2 പോസ്റ്റുകളാണുള്ളത്. അതിലേക്ക് MBA ബിരുദം അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MA ഉള്ളവർക്കും അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BE ഉള്ളവർക്കും മാസ് കമ്മ്യൂണിക്കേഷൻ PG ഉള്ളവർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും PG ഡിപ്ലോമ ഡാറ്റാ സയൻസിലോ ഡാറ്റ അനലിറ്റിക്സിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 2 വേക്കൻസിയാണുള്ളത്. ഇതോടൊപ്പം ഇതിനും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇമെയിൽ എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇമെയിൽ ID നിങ്ങൾ സ്കാൻ ചെയ്ത് CVയും സർട്ടിഫിക്കറ്റ് കോപ്പീസ് വേണം അയച്ചു കൊടുക്കാനായിട്ടുള്ള കാര്യം ഓർത്തിരിക്കുക. ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഗ്രേഡ് 1, അതേപോലെ പ്രോഗ്രാം മാനേജർ 2 വേക്കൻസി, അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ 2 വേക്കൻസി, സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് 4 വേക്കൻസി എന്നിവയാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം ഇവിടെ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അതിനകത്ത് കേഡസ് റിക്രൂട്ട്മെന്റ് 2025.01@gmail.com എന്ന ഇമെയിൽ നിങ്ങൾ ഒക്ടോബർ 21 മുമ്പ് അയച്ചു കൊടുക്കണം. പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കാം. അസിസ്റ്റന്റ് ജനറൽ മാനേജർ എന്നുള്ളതാണ്. ശമ്പള സ്കെയിൽ 1 ലക്ഷം മുതൽ 1,65,000 വരെയാണ് ഒരു വേക്കൻസി ഉള്ളത്. MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ ME ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മിനിമം 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 50 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. അടുത്ത പോസ്റ്റ് പ്രോഗ്രാം മാനേജറുടെയാണ്. അതിനുവേണ്ടി ശമ്പളം 60,000 മുതൽ 80,000 രൂപയായിരിക്കും. 40 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 2 വേക്കൻസികൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഓരോ വേക്കൻസി വീതമാണുള്ളത്. MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MA ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. BTech അല്ലെങ്കിൽ BE ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിലെ PG ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. മിനിമം 7 വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം എന്നാണ് മനസ്സിലാക്കുക. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജറുടെയാണ്. 2 വേക്കൻസികൾ, ഒന്ന് മലപ്പുറത്തും ഒന്ന് കണ്ണൂരും ആയിരിക്കും. വേണ്ട യോഗ്യത MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MA അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ PG ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 50,000 മുതൽ 60,000 രൂപ പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കും. 2 വേക്കൻസിയാണ് ഉള്ളത്. 40 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. മിനിമം 6 വർഷമുള്ള എക്സ്പീരിയൻസ് ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായിരിക്കണം. അടുത്ത സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവിന്റെയാണ്. സീനിയർ പ്രോഗ്രാമിന്റെ 4 വേക്കൻസികൾ, ഇടുക്കി 1, പാലക്കാട് 2, കോഴിക്കോട് 1 എന്നിങ്ങനെ വേക്കൻസി. ഇവിടെ യോഗ്യത MBA MSW അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MA അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BE ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിലുള്ള PG ഉള്ളവർക്കും ഏതെങ്കിലും വിഷയ ബിരുദവും PG ഡിപ്ലോമ ഡാറ്റ സയൻസിലോ ഡാറ്റ അനലിറ്റിക്സിലോ ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. 40,000 മുതൽ 50,000 വരെയാണ് ശമ്പളം ലഭിക്കുക. 38 വയസ്സാണ് വരുന്ന പ്രായപരിധി. മിനിമം 5 വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് പ്രോഗ്രാം എക്സിക്യൂട്ടീവിന്റെയാണ്. ഒരു വേക്കൻസിയാണ്, മലപ്പുറത്താണ് യോഗ്യത. അത് MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MSc MA അല്ലെങ്കിൽ BTech ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മാസ് കമ്മ്യൂണിക്കേഷനോ ജേർണലിസ്റ്റിലോ PG ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും ഡാറ്റ സയൻസിലോ ഡാറ്റ അനാലിസിസിലുള്ള PG ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 30,000 മുതൽ 40,000 വരെ ശമ്പളം ലഭിക്കുക. 35 വയസ്സാണ് വരുന്ന പ്രായപരിധി. മിനിമം 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഈ പോസ്റ്റിലേക്ക് ഉണ്ടായിരിക്കണം. ഇതിലേക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെ സ്കാൻ ചെയ്ത് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. ഒക്ടോബർ 21 അവസാന തീയതി എന്ന് മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ ഫോം ഇതിനും കൊടുത്തിട്ടുണ്ട്. അടുത്ത പോസ്റ്റ് സീനിയർ പ്രോഗ്രാം മാനേജർ 2 വേക്കൻസി, സീനിയർ പ്രോഗ്രാം മാനേജർ ഗ്രേഡ് 1 4 വേക്കൻസി, പ്രോഗ്രാം എക്സിക്യൂട്ടീവ് 1 വേക്കൻസി എന്നിവയാണ്. ഇതിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽഡ് CV തയ്യാറാക്കി അത് ആപ്ലിക്കേഷൻ ഫോം ഫോർമാറ്റിനോടൊപ്പം അതും ഫില്ല് ചെയ്തതിനു ശേഷം സർട്ടിഫിക്കറ്റ് കോപ്പി ചെയ്താൽ കേഡസ് റിക്രൂട്ട്മെന്റ് 2025.01@gmail.com എന്ന ഇമെയിലിൽ ഒക്ടോബർ 21 മുമ്പ് അയച്ചു കൊടുക്കണം. ക്വാളിഫിക്കേഷൻ നോക്കാം. സീനിയർ പ്രോഗ്രാം മാനേജർ ഗ്രേഡ് 2 വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ളത് PG അല്ലെ MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MSc BTech PG ഡിപ്ലോമ PG പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസ്റ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 1 ലക്ഷം മുതൽ 1,10,000 വരെ ശമ്പളം ലഭിക്കുക. 45 വയസ്സാണ് വരുന്ന പ്രായപരിധി. മിനിമം 9 വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം. അടുത്ത സീനിയർ പ്രോഗ്രാം മാനേജർ ഗ്രേഡ് 1 ആണ്. അതിലേക്ക് MBA നേരത്തെ പറഞ്ഞുള്ളത് ക്വാളിഫിക്കേഷൻ MBA MSW BTech മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസ്റ്റ് PG ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 42 വയസ്സാണ് വരുന്ന പ്രായപരിധി. 90,000 മുതൽ 1,10,000 വരെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും. മിനിമം 8 വർഷത്തെ പ്രതിപരിചയം ഉണ്ടായിരിക്കണം. അടുത്ത പ്രോഗ്രാം എക്സിക്യൂട്ടീവിന്റെയാണ്. കാസർഗോഡ് ഒരു വേക്കൻസി ആണുള്ളത്. വേണ്ട യോഗ്യത ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ MBA അല്ലെങ്കിൽ MSW അല്ലെങ്കിൽ MA അല്ലാതെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസ്റ്റിലുള്ള PG ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദവും ഡാറ്റ സയൻസിലോ ഡാറ്റ അനാലിറ്റിക്സിലുള്ള PG ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അതിലേക്ക് 35 വയസ്സാണ് ഉയർന്ന പ്രായപരിധി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കൊക്കെ പ്രിസ്ക്രൈബ് ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ആ ഡൗൺലോഡ് ഫില്ല് ചെയ്യുന്ന ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽഡ് CVയും സർട്ടിഫിക്കറ്റ് കോപ്പി സഹിതം വേണം കേഡസ് റിക്രൂട്ട്മെന്റ് @2025.01@gmail.com എന്ന ഇമെയിൽ വേണം അയച്ചു കൊടുക്കാൻ. ആദ്യം പറഞ്ഞ ഒരു പോസ്റ്റിലേക്ക് മാത്രം ഒക്ടോബർ 29 ലാസ്റ്റ് ഡേറ്റ്. ബാക്കി എല്ലാ പോസ്റ്റിലേക്കും ഒക്ടോബർ 21 ലാസ്റ്റ് ഡേറ്റ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഈ അവസരം താല്പര്യമുള്ളവരെ എലിജിബിൾ ആയിട്ടുള്ളവരെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നല്ല ശമ്പളത്തോട് ലഭിക്കാൻ, സ്ഥിരം ജോലി അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടാണെങ്കിലും നല്ല ശമ്പളത്തോട് വർക്ക് ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്. കേഡസ് റിക്രൂട്ട്മെന്റ് 2025.01@gmail.com എന്ന ഇമെയിൽ നിങ്ങൾക്ക് ഒക്ടോബർ 21 വരെയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഈ അവസരം പരമാവധി എടുത്ത് ഇത്തരം നേരം വീഡിയോ പൂർണ്ണമായും കണ്ട് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.